നമസ്കാരം. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വേറൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം 10ാം ക്ലാസ്സിലെ CBSE ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഒരു കൺഫേം ആയിട്ട് ഒരു 12 മാർക്ക് 13 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ശരി, ഒരു 4-5 ഫോർമുല മാത്രം പഠിച്ചാൽ മതി, നമുക്ക് ആ ചാപ്റ്റർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്നേക്ക് പറയാൻ പോണത്. ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ബേസിക് ലെവലിൽ ഇരിക്കുന്നവരും സ്റ്റാൻഡേർഡ് ലെവലിൽ ഇരിക്കുന്ന പിള്ളേരും അതൊന്ന് ട്രൈ ചെയ്തിട്ട് എക്സാമിന് പോയാൽ കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. അതില് ഞാൻ മീന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിൽ മെയിൻ ഒരു 3 കോൺസെപ്റ്റേ ഉള്ളൂ. മീന്, മീഡിയൻ, മോഡ്. ആ ഒരു 3 കോൺസെപ്റ്റിന് ഒരു 4-5 മെത്തേഡ്, 4-5 ഫോർമുല ഉണ്ട്. ആ ഫോർമുലയെ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ കൺഫേം ആയിട്ട് ഒരു 12 മാർക്ക് നമുക്ക് ബോർഡ് എക്സാമിന് എടുക്കാൻ വേണ്ടി പറ്റും. മെയിനായി ഈ ഒരു ടോപ്പിക്ക് 5 മാർക്ക് 3 മാർക്ക് ടോപ്പിക്കിലാണ് ഇത് വരുന്നത്. അപ്പൊ ആ ഒരു മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ചാപ്റ്റർ നല്ല തറവായിട്ട് പഠിച്ചിട്ട് പോയാൽ. അപ്പൊ ഇന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് മീനിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സിമ്പിൾ മെത്തേഡ്. മീനിലെ 3 മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ്, അസ്യൂം മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പൊ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കും ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരുന്നാൽ നിങ്ങൾ ആ മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യണം. ഇപ്പൊ ക്വസ്റ്റ്യനിൽ മെൻഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ എന്റെ അഭിപ്രായം അനുസരിച്ച് മീൻ മെത്തേഡ് ആയിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ളത്. അപ്പൊ അത് ഫോളോ ചെയ്താൽ മതിയായിരിക്കും. ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരുന്ന ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ നീറ്റ് ആയിരിക്കണം. പേപ്പർ എപ്പോഴും നീറ്റ് ആയിരിക്കണം. സ്കെയിലും പെൻസിലും ഒക്കെ യൂസ് ചെയ്തിട്ട് നീറ്റായിട്ട് വരച്ചിട്ട് മാത്രമേ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതിൽ വന്നിട്ട് നമുക്ക് ഇതേമാതിരി വരച്ച് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, എ സർവേ വാസ് കണ്ടക്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് as a part of their environment awareness program in which they are collected the following data regarding the number of plants in the 20 houses in a locality. Find the mean of the number of plants per house. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ നമ്പർ ഓഫ് പ്ലാന്റ്സും നമ്പർ ഓഫ് ഹൗസസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് ആദ്യം എഴുതുക. നമ്പർ ഓഫ് പ്ലാന്റ്സും സെക്കൻഡ് ബോക്സിൽ നമ്പർ ഓഫ് ഹൗസസും. നമ്പർ ഓഫ് പ്ലാന്റ്സിലെ ഇന്റർവെൽ കൊടുത്തിട്ടുണ്ട് 0 to 2, 2 to 4. എപ്പോഴും ഒരു ക്ലാസ് ഇന്റർവെൽ ഫോമിലായിരിക്കും കൊടുക്കുന്നത്. 0 to, നോക്കുക ഇവിടെ വരുന്ന നമ്പർ തന്നെ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10, 10 to 12, 12 to 14. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു നമ്പർ, ആ ഒരു ക്ലാസ് ഇന്റർവെൽ വരുന്നത്. പിന്നെ അതിന്റെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി വന്നിട്ട് 1, 2, 1, 5, 6, 2, 3. ഇങ്ങനെ നമുക്ക് ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഇതെല്ലാം നമ്മൾ ആൻസർ ഷീറ്റിലോട്ട് കോപ്പി ചെയ്യുമ്പോഴത്തേനും ആ നമ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഒരു നമ്പർ മിസ്സിംഗ് ആയാൽ അല്ലെങ്കിൽ ഒരു നമ്പർ നമ്മൾ തെറ്റായിട്ട് എഴുതിയാൽ ഫുൾ ആൻസർ തെറ്റായിരിക്കും. ഇപ്പൊ 2ന് പകരം നമ്മൾ 1 എഴുതിയെന്ന് വെച്ചോ, ഫുൾ ആൻസർ തെറ്റായിരിക്കും. അതുകൊണ്ട് ആ നമ്പേഴ്സ് എടുത്ത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇതിനെ നമ്മൾ ഫ്രീക്വൻസീസ് എന്ന് പറയും. ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എടുക്കുക, ഇതെല്ലാം കൂടെ കൗണ്ട് ചെയ്ത് എഴുതുക. 2 + 1 3, 4, 5 + 4 9, 9 + 6, 9 + 6 വന്നിട്ട് 9, 15, 15 + 2 17, 17 + 3 20. അപ്പൊ ടോട്ടൽ 20 പറഞ്ഞു. ഇതിന് നമ്മൾ ഫ്രീക്വൻസിയെ നമ്മൾ F എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ FI. അപ്പൊ ഇതിനെ നമ്മൾ സം എടുക്കുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ ഒരു ലെറ്റർ വയ്ക്കും. ഇതിനെ പറയുന്ന പേരാണ് സിഗ്മ ഓർ സമ്മേഷൻ എന്ന് പറയും. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ, എല്ലാത്തിന്റെ സം എന്നുള്ള മീനിങ് മാത്രമേ അതിനുള്ളൂ. ഇനി അടുത്ത ബോക്സ് എന്ന് പറയുന്നത്, ഇതൊരു ഫോർമുല ഉണ്ട്. മീൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ സിഗ്മ മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ FI XI ഡിവൈഡഡ് ബൈ സിഗ്മ FI. ഇതാണ് ഫോർമുല. അപ്പൊ നമുക്ക് സിഗ്മ FI ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് XI. XI എങ്ങനെ കണ്ടുപിടിക്കാം? XI എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ. XI എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റിനെ നമ്മൾ എടുക്കുക. 0 to, ഈ 0 പറയുന്ന പേരാണ് ലോവർ ലിമിറ്റ് എന്ന് പറയും. 2നെ പറയുന്ന പേര് അപ്പർ ലിമിറ്റ്. അപ്പൊ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ഈസ് കാൾഡ് XI.
അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 0 + 2 ആഡ് ചെയ്യുമ്പോഴത്തേനും 2 വരും. ആ 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2/2 1. അതേപോലെ ഇത് 2 + 4 6, 6/2 3, 6 + 4 10, 10/2 5. അതേപോലെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുക. 7 വരും, 9 വരും, 11 വരും, 13 വരും. ഇതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് വാല്യൂ എടുക്കുക. ഇനി നമുക്ക് xi കിട്ടി. പക്ഷെ നമുക്കിവിടെ വേണ്ടത് fi ആണ്. fi ആണ്. അപ്പൊ അടുത്തൊരു ബോക്സ് ഇതേപോലെ വീണ്ടും വരയ്ക്കുക. fi എന്ന് പറഞ്ഞാൽ ഇത് fi ആണ്, ഇത് fi, ഇത് xi. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. fi × xi. 1 × 1 1, 2 3s are 6, 5 1s are 5, 7 5s are 35, 9 6 are 54, 2 × 11 22, 3 × 13 39. അത് മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് ഇനി നോക്കിയാണ് അതിന്റെ സിഗ്മ കണ്ടുപിടിക്കുക, അതിന്റെ സമ്മേഷൻ, അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോഴത്തേനും 9 + 2 11, 11 + 4 വന്നിട്ട് 15, 15 + 5 20, 0 പോട്ട് 2 ബാലൻസ്, 3 + 2 5, 5 + 5 10, 10 + 3 13. ഓക്കെ, സോറി. ഇത് ഫുൾ ടേം ആഡ് ചെയ്യുമ്പോഴത്തേനും 9 + 2 11, 11 + 1 15, 15 + 5 20, 20 + 5 25, 25 + 6 31, 31 + 2 31 + 1 32. 2 ഇട്ട് ഞാൻ മൂന്ന് ബാലൻസ് ആണ്. 3 + 2 5, 5 + 5 10, 10 + 3 വന്നിട്ട് 13, 13 + 3 ഓൾറെഡി ഒരു ബാലൻസ് 3 ഉണ്ട്. അപ്പൊ 16, 162 ആണ്. ഇതാണ് സിഗ്മ fi xi. സിഗ്മ fi xi ടേമാണ് ഇത്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിൽ നമ്മൾ ഇക്വേഷൻസിന് ഫോർമുലയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞ് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഫോർമുല. സിഗ്മ fi xi എന്നത് 162 ഡിവൈഡഡ് ബൈ സിഗ്മ fi എന്താണ് 20. അപ്പോൾ 162 ഡിവൈഡഡ് ബൈ 20 ചെയ്യുക. 162 ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ 20 ചെയ്താൽ 8.1 വരും ആൻസർ. സോ ദ മീൻ ഈസ് ഈക്വൽ ടു 8.1. കണ്ടോ, ഇതൊരു ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആ ഫോർമുല, ആ ഒരു ഇക്വേഷൻ, നമ്മുടെ ആ ഒരു ഫോർമുല നമ്മൾ കാണാതെ പഠിക്കുക. കാണാതെ പഠിച്ചിട്ട് പിന്നെ ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആ അഡിഷൻ ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കിനും മിസ്റ്റേക്ക് വരാതെ നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് നമുക്ക് കൺഫേം ആയിട്ട് CBSE എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.